ഭൂമിയും കിടപ്പാടവും ഇല്ലാത്തവർക്ക് ഭൂമി നൽകാത്ത മുഖ്യമന്ത്രി എമർജിംഗ് കേരള വഴി ശതകോടീശ്വരന്മാർക്ക് ഭൂമി നൽകുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. SNDPയും NSSും ഒരുമിക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനെന്നും A. വിജയരാഘവൻ. അലനല്ലൂരിലെ ടൂറിസം സാധ്യത പരിശോധിക്കുമെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ. അലനല്ലൂരിൽ റോഡ് നവീകരിക്കുന്നതോടൊപ്പം റബ്ബറൈസിംഗ് നടത്തുമെന്ന് N. ശംസുദ്ദീൻ MLA. ചടങ്ങിൽ CPI വിട്ടുനിന്നു. മഴ തുടങ്ങിയതോടെ പകർച്ചവ്യാധികളും വരുന്നു. കരിമ്പുഴ മേഖലയിൽ ഡെങ്കിപ്പനിയും ചിക്കൻ ബോക്സും. ചെറുപ്പശ്ശേരി നഗരത്തെ ഭംഗിയാക്കാനും വൃത്തിയുള്ളതുമാക്കാനുമുള്ള ബ്യൂട്ടി സിറ്റിയുടെ ആദ്യഘട്ടം 2 മാസത്തിനകമെന്ന് K. സലീഖ MLA. ആദ്യഘട്ടത്തിൽ 3 കോടി രൂപ ചിലവഴിക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശതകോടീശ്വരന്മാർക്ക് ഹെക്ടർ കണക്കിന് ഭൂമിയാണ് എമർജിംഗ് കേരള വഴി നൽകുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. കോൺഗ്രസിന് വോട്ട് നൽകുന്നതിനുള്ള ഉപകരണങ്ങളായി ജാതി സംഘടനകൾ മാറിയെന്നും വിജയരാഘവൻ പറഞ്ഞു. KSKTU ജില്ലാ സമ്മേളനത്തിന് സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതജാതീയ സംഘടനകൾക്കെതിരെ സമൂഹത്തിലിടപെട്ട് പ്രവർത്തിക്കണം. ഭരണത്തിന്റെ പിന്തുണയോടെ ലീഗ് വർഗീയവൽക്കരിക്കുകയാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. സാധാരണക്കാർക്കും പട്ടിണിപ്പാവങ്ങൾക്കും ഒരു തുണ്ട് ഭൂമി പോലും നൽകാതെ എമർജിംഗ് കേരളയുടെ പേരിൽ 10,000-കണക്കിന് ഹെക്ടർ ഭൂമി കോടീശ്വരന്മാർക്ക് ഉമ്മൻചാണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എത്രായിരം ഹെക്ടർ ഭൂമിയാണ് ഈ പുറത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്? എനിക്കും നിങ്ങൾക്കും പൂരക്കര വയ്ക്കാൻ 5 സെന്റ് സ്ഥലം തരാത്ത ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നതിന് ശേഷം പാവപ്പെട്ട കർഷകർക്ക്, ആദിവാസിക്ക്, പട്ടികവർഗക്കാരന് 1 സെന്റ് ഭൂമി കൊടുക്കാത്ത ഉമ്മൻചാണ്ടിയാണ് 10,000-കണക്കിന് ഏക്കർ വില പിടിച്ച ഭൂമി ശതകോടീശ്വരന്മാർക്ക് എമർജിംഗ് കേരളയുടെ പേരിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അഴിമതി പണത്തിന്റെ പങ്കുവച്ചിട്ട് ഉമ്മൻചാണ്ടി പറയാം 30 കൊല്ലത്തിനാ കൊടുത്തത്. പണ്ട് ആന്റണിയാണ് ഇവിടെ അദ്ദേഹമാണ് ഈ കോളേജ് കൊടുത്തത്. KSKTU ജില്ലാ പ്രസിഡന്റ് P. മമ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി R. ചിന്നക്കുട്ടൻ, CPM ഏരിയ സെക്രട്ടറി K. സുരേഷ്, TN കണ്ടമുത്തൻ, C. വിജയൻ, P. അരവിന്ദാക്ഷൻ, S. അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകടനം മഴ കാരണം വേണ്ടെന്ന് വെച്ചു. അലനല്ലൂരിലെ ടൂറിസം സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുമെന്ന് ടൂറിസം മന്ത്രി AP അനിൽകുമാർ. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എടത്തനാട്ടുകര ഉപ്പുകുളം വനമേഖലയിലെ വെള്ളച്ചാട്ടപ്പാറ ടൂറിസം പദ്ധതിക്കായി ഉപയോഗിക്കണമെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM സുഗുണകുമാരി സ്വാഗത പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടതിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് അറിയിച്ചത്. ഇവിടുത്തെ ടൂറിസം പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായും ടൂറിസം മേഖലയിൽ അതിനുള്ള സാധ്യത ഈ പ്രദേശത്തുണ്ടെങ്കിൽ അതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുവാനും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് അറിയിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. N. ശംസുദ്ദീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. റഫീഖ, K. സുദർശനകുമാർ, A. ബക്കർ, ആലായൻ റഷീദ്, P. ഖദീജ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ രാധയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. അലനല്ലൂർ കണ്ണംകുണ്ട് എടത്തനാട്ടുകര റോഡ് നവീകരണത്തോടൊപ്പം റബ്ബറൈസിംഗ് കൂടി വരുന്നു. റോഡ് റബ്ബറൈസിംഗ് നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചതായി N. ശംസുദ്ദീൻ MLA അലനല്ലൂർ കുടുംബശ്രീ വാർഷികാഘോഷ ചടങ്ങിൽ വ്യക്തമാക്കി. ഏറെക്കാലമായി കാൽനടയാത്രയ്ക്ക് പോലും സാധ്യമല്ലാത്ത അലനല്ലൂർ കണ്ണംകുണ്ട് റോഡ് നവീകരിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ്. അതിനോടൊപ്പം റോഡ് റബ്ബറൈസിംഗ് കൂടി നടത്തണമെന്ന് കേട്ടപ്പോൾ കുടുംബശ്രീ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുത്തവർ അക്ഷരാർത്ഥത്തിൽ ആഘോഷലഹരിയിലായി. റോഡിന്റെ നവീകരണവും കണ്ണംകുണ്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ആദ്യഘട്ടവും ആരംഭിച്ചിട്ടുണ്ട്. പാലം, റോഡ് വീതി കൂട്ടിയുള്ള നവീകരണം, റബ്ബറൈസിംഗ് ഇവയെല്ലാം വേഗത്തിലാക്കുമെന്നും MLA അറിയിച്ചു. അലനല്ലൂർ കുടുംബശ്രീ വാർഷികാഘോഷ ചടങ്ങിൽ നിന്നും CPI വിട്ടുനിന്നു. പരിപാടിക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ചടങ്ങ് ബഹിഷ്കരിച്ചത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പല പദ്ധതികളിലും അഴിമതി നടത്തുന്നുണ്ടെന്നാരോപിച്ച് CPI പലതവണ സമരപരിപാടികൾ നടത്തിയിരുന്നു. എന്നാൽ ഈ സമരങ്ങൾക്ക് CPM എതിരായിരുന്നു. ഇത്തരത്തിൽ CPI മാത്രം സമരങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് CPI പ്രതിനിധികളെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതെന്ന് CPI ആരോപിക്കുന്നത്. കുടുംബശ്രീയുടെ വാർഷികാഘോഷ ചടങ്ങിൽ CPM ഏരിയ സെന്റർ അംഗം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ CPIയെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ മാത്രം ക്ഷണിച്ചാൽ മതിയെന്ന തീരുമാനമാണ് ഭരണസമിതി എടുത്തത്. ഭരണസമിതിയിൽ പ്രാതിനിധ്യമില്ലാത്തതിനാണ് CPIയെ ഒഴിവാക്കിയത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM പാർട്ടി പ്രതിനിധികൾ അല്ലാത്ത എല്ലാ പാർട്ടി പ്രതിനിധികളെയും ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മഴ തുടങ്ങിയതോടെ പകർച്ചവ്യാധികളും വർദ്ധിക്കുന്നു. കരിമ്പുഴയിലെ ചില ഭാഗങ്ങളിൽ ഡെങ്കിപ്പനിയും ചിക്കൻ ബോക്സും റിപ്പോർട്ട് ചെയ്തതായി സി കൃഷ്ണപുരം ബ്യൂറോ പറയുന്നു.
ഏതാനും ദിവസങ്ങളിലായി മഴ ശക്തി പ്രാപിച്ചതോടെ പനിയുൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നു. ആശുപത്രികളിൽ പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതേസമയം രോഗികൾക്ക് ആവശ്യമായ സേവനം ഇപ്പോഴും പല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. പകർച്ചപ്പനിക്ക് പുറമെ ചിലയിടങ്ങളിൽ ഡെങ്കിപ്പനി, ഛർദി, വയറിളക്കം എന്നിവയും ചിക്കൻ ബോക്സും പടർന്നു പിടിക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധിതർ പലരും സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. അതേസമയം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തുകളും ആരോഗ്യവകുപ്പും പിറകോട്ടു പോകുന്നതായും ആക്ഷേപമുണ്ട്. ഇത്തരം പകർച്ചവ്യാധികൾ തടയാൻ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന വിവിധ വിഷയങ്ങളിൽ അറിവ് നൽകാൻ കുട്ടി പോലീസിന് പെരിന്തൽമണ്ണയിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് 3ാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഭാഗമായാണ് ദ്വിദിന സഹവാസ ക്യാമ്പ് നടന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ജ്ഞാനോന്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കിയാണ് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് നിയന്ത്രണം, സ്റ്റുഡൻസ് പോലീസിന്റെ സാമൂഹിക സേവനം, അച്ചടക്കം, വ്യക്തിത്വ വികസനം, ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ക്യാമ്പിന്റെ ആദ്യ ദിനത്തിൽ സ്റ്റുഡൻസ് പോലീസിന് അറിവ് നൽകി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ സംബന്ധിച്ച് സൈബർ സെല്ലിന്റെ CPO KP ബിജു ദ്വിദിന ക്യാമ്പിന്റെ 2ാം ദിവസം ക്ലാസ് എടുത്തു. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നോക്കിയിട്ടാണ് ഒരാളെ നിങ്ങൾ ഏത് കമ്പ്യൂട്ടറിനാണ് ചെയ്തതെന്ന് മനസ്സിലാവും. ഗതാഗത നിയന്ത്രണം, ട്രാഫിക് നിയമങ്ങൾ, അപകടമരണങ്ങൾ, അപകടങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണം എന്നിവയിൽ നടന്ന ക്ലാസുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് മേധാവികൾ നേതൃത്വം നൽകി. അപകടത്തിൽ മരിക്കുന്ന ഒരു വർഷത്തിൽ അപകടത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. 50 ലക്ഷം ആളുകൾ വികലാംഗരായിട്ട് മാറുന്നു എന്നാണ് ലോകത്തിലെ കാര്യം. ഇന്ത്യയുടെ കണക്ക് ഓരോ 6 മിനിറ്റിലും ഒരാൾ വീതം മരിച്ചു വീഴുന്നു എന്നാണ് അപകടത്തിൽ. ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ചും കാർഷിക മേഖലയെ പറ്റിയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് അറിവ് നൽകി. ക്യാമ്പിന്റെ സമാപന സമ്മേളനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ K. സുധാകുമാരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സലീം കുരുവമ്പലം മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ M. മുഹമ്മദ് സലീം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 3 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട, ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ M. ഉസ്മാൻ തുടങ്ങിയവർ ദ്വിദിന ക്യാമ്പിന് നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെറുപ്പളശ്ശേരി ടൗണിനെ ഭംഗിയും വൃത്തിയുമുള്ളതാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് ബ്യൂട്ടി സിറ്റി പദ്ധതിയുടെ ടെൻഡർ നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് K. സലീഖ് MLA പറഞ്ഞു. ആകെ 6 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ 1ാം ഘട്ട പ്രവർത്തനമാണ് ആരംഭിക്കുക. 1ാം ഘട്ടത്തിൽ 3 കോടി രൂപ ചെലവ് വരുമെന്നും K. സലീഖ് MLA പറഞ്ഞു. ചെറുപ്പളശ്ശേരി ടൗൺ നവീകരണ പദ്ധതിയുടെ പ്രോജക്റ്റ് ഇപ്പോൾ 6 കോടിയുടെയാണ് അതിന്റെ എസ്റ്റിമേറ്റ് എമൗണ്ട്. അതിൽ 3 കോടി രൂപ അതിന്റെ ഫസ്റ്റ് 1ാം ഘട്ടം എന്നുള്ള നിലക്കുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1 കോടി രൂപ ഗവൺമെന്റ് ആ പദ്ധതിക്ക് തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട്. മറ്റ് മണ്ഡലത്തിൽ തന്നെ മറ്റൊരു വർക്കിന്റെ പേര് മാറ്റിക്കൊണ്ട് ആ സംഖ്യ കൂടി 200 ലക്ഷം രൂപ ഇതിലേക്ക് മാറ്റി 300 ലക്ഷത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ 1ാം ഘട്ടം എന്ന നിലക്ക് 300 ലക്ഷത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഗവൺമെന്റിലേക്ക് സാങ്ഷന് വേണ്ടി എഴുതിയിട്ടുണ്ട്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ അടുത്തുനിന്ന് പ്രപ്പോസൽ സീഡ് എടുത്തെത്തി ചീഫ് എഞ്ചിനീയർ ഗവൺമെന്റിലേക്ക് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അംഗീകാരം ധനവകുപ്പിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും ലഭിച്ചാൽ ഉടനെ തന്നെ അതിന്റെ ടെൻഡർ നടപടി ആരംഭിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി കഴിയും. വിദ്യാലയങ്ങളിൽ ഇനി മേളകളുടെ ആരവം ഉയരും. ഓണത്തിന് മുമ്പ് പൂർത്തിയാക്കേണ്ട 2 പരീക്ഷകൾ കൂടി പൂർത്തിയായാൽ സ്കൂൾ തല കായിക ശാസ്ത്ര കലാമേളകൾക്ക് തുടക്കമാകും. വിദ്യാലയങ്ങളിൽ ഇനി മേളകളുടെ കാലമാണ്. ഓണത്തിനു മുമ്പ് നടത്തേണ്ടിയിരുന്ന 2 പാദവാർഷിക പരീക്ഷകൾ കൂടി കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ മേളകൾ അരങ്ങുണരും. സ്കൂൾ തല കായിക ശാസ്ത്ര കലാമേളകൾ സെപ്റ്റംബറിൽ പൂർത്തിയാവും. സബ് ജില്ലാതല ശാസ്ത്രമേളയും കായികമേളയും ഒക്ടോബർ മാസത്തിലാണ് നടക്കുക. സബ് ജില്ലാതല കലാമേള നവംബർ മാസത്തിൽ നടക്കും. പെരിന്തൽമണ്ണ ഉപജില്ലാ കായികമേളയിലെ അത്ലറ്റിക്സ് മത്സരങ്ങൾ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒക്ടോബർ 2ാം വാരത്തിലാണ് നടത്തുന്നത്. ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബറിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഉപജില്ലാ കലാമേള നവംബർ ആദ്യവാരത്തിൽ താഴക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറും. സെപ്റ്റംബർ മാസത്തിലാണ് സ്കൂൾ തല മേളകൾ നടത്തുന്നത്. അതിനുശേഷം സബ്
ജില്ലാതല മേളകൾ അരങ്ങേറുന്നു. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അത്ലറ്റിക് മത്സരങ്ങൾ നടത്തുന്നത്. അതിനു മുമ്പായി ഗെയിംസ് ഐറ്റംസ് വിവിധ വിദ്യാലയങ്ങളിലായി നടത്തുന്നു. ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള അരങ്ങേറുന്നത് പെരിന്തൽമണ്ണ വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഡിസംബറിൽ നടക്കേണ്ട മലപ്പുറം ജില്ലാ കലാമേളയുടെ വേദി തീരുമാനിച്ചിട്ടില്ല. ജനുവരിയിൽ മലപ്പുറം ജില്ലയാണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാവുന്നത്. സംസ്ഥാന കലോത്സവം നടക്കേണ്ട വേദി തീരുമാനിച്ചതിന് ശേഷമേ ജില്ലാമേളയുടെ വേദി നിശ്ചയിക്കൂ. വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, ചവിട്ടുനാടകം, നങ്ങ്യാർകൂത്ത് എന്നീ കലകൾ മത്സര വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയത് ഒഴിച്ചാൽ ഈ വർഷത്തെ കലോത്സവത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ല. ഭാരതീയ ചികിത്സാ വകുപ്പും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ബോധവൽക്കരണവും നടന്നു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ഖാദർമൊല്ല സ്മാരക UP സ്കൂളിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന പകർച്ചവ്യാധി ബോധവൽക്കരണം പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ K. സുധാകുമാരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T. സരോജിനി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ M. അസൈനാർ, മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S. മനോജ് എന്നിവർ ഉൾപ്പെടെയുള്ള ആയുർവേദ വിദഗ്ധ സംഘം ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു. ക്യാമ്പിനെത്തിയവർക്ക് മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു. രാവിലെ 10 മുതൽ ഉച്ചവരെ നടന്ന ക്യാമ്പിൽ 300-ലധികം ആളുകൾ പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി CP അസ്കർ അലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒറ്റപ്പാലത്ത് ശിവസേന മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കൺവീനർ വക്കം അജിത് യോഗം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ചേർന്ന രൂപീകരണ യോഗത്തിൽ മണ്ഡലം രക്ഷാധികാരി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. K. കലാധരൻ, ശിവസ്വാമി, KC പ്രസാദ്, രഞ്ജിത്ത്, C. ശ്രീനാഥ്, K. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. വെള്ളിനേഴി ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചു. 7 ദിവസങ്ങളായി നടക്കുന്ന സപ്താഹയജ്ഞം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആരംഭിച്ചത്. യജ്ഞാചാര്യൻ പല്ലൂർ മണ്ണ് മണിവർണ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 7 ദിവസങ്ങളിലായി ചടങ്ങുകൾ നടന്നുവരുന്നത്. സപ്താഹയജ്ഞത്തിന്റെ പ്രധാന ദിവസമായ ഞായറാഴ്ച നടന്ന രുക്മിണി സ്വയംവരത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ബാലലീല, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം എന്നിവയും രുക്മിണി സ്വയംവര ദിവസം പാരായണം ചെയ്തു. തുടർന്ന് വൈകിട്ട് തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ജലദുർഗ ഭഗവതി സന്നിധിയിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. സപ്താഹയജ്ഞത്തിന്റെ 7ാം ദിവസമായ ചൊവ്വാഴ്ച സ്വർഗാരോഹണം, കലികാല വർണ്ണന, ആചാര്യ ദക്ഷിണ എന്നിവയോടെ സപ്താഹയജ്ഞം സമാപിക്കും. വാര്യർ സമാജം ശ്രീകൃഷ്ണപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും കുടുംബമേളയും സംഘടിപ്പിച്ചു. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്ര അഗ്രശാലയിൽ നടന്ന പരിപാടികൾ സമാജം ജില്ലാ സെക്രട്ടറി GV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണ വാര്യർ അധ്യക്ഷത വഹിച്ചു. TV രാജഗോപാലൻ, ഡോക്ടർ KP ശിവദാസൻ, MV മുരളീധരൻ, TVA വാര്യർ, ഗിരിജാചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് ശ്രീ ദുർഗ വനിതാവേദി അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, അക്ഷരശ്ലോക സദസ്സ്, ഓണപ്പാട്ട്, ക്വിസ് മത്സരം തുടങ്ങിയവയും നടന്നു. അതിനുശേഷം ഓണസദ്യയും ഉണ്ടായിരുന്നു. ചടങ്ങിൽ ഉഴൂത്തറ വാര്യർ സ്മാരക ധനസഹായ വിതരണവും സമാജമംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിക്കലുമുണ്ടായി. പ്രമുഖ കമ്പനികളുടെ സ്പോർട്സ് ഉപകരണങ്ങളുമായി പെരിന്തൽമണ്ണയിൽ അബാസ് ഫൈനൽ സ്പോർട്സ് പ്രവർത്തനം ആരംഭിച്ചു. ഒളിമ്പ്യൻ ഇർഫാൻ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ BKM കോംപ്ലക്സിലാണ് അബാസ് ഫൈനൽ സ്പോർട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഒളിമ്പ്യൻ KT ഇർഫാൻ അബാസ് ഫൈനൽ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യൻ KT ഇർഫാൻ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് KT ഇർഫാൻ, ചന്ദൻ ടെക്സ്റ്റൈൽസ് മാനേജിംഗ് ഡയറക്ടർ ഹംസ ഹാജി, V. ബാബ്രാജ് എന്നിവർ നിർവഹിച്ചു. വ്യാപാര മേഖലയിലെയും കായികരംഗത്തെയും പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. നിവ്യ, അഡിഡാസ്, റിബോക്ക്, BDM, നൈക്ക്, സ്റ്റാർ ഇമ്പാക്ട് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മേന്മയിലും സെലക്ഷനിലുമുള്ള സ്പോർട്സ് ആക്സസറീസിന്റെ വിപുലമായ ശേഖരമാണ് അബാസ് ഫൈനൽ സ്പോർട്സിലുള്ളത്. സ്പോർട്സ് സാമഗ്രികളുടെ വിപണന രംഗത്ത് ഇതിനകം തന്നെ പ്രസിദ്ധിയാർജിച്ച ഫൈനൽ സ്പോർട്സിന് ചെമ്മാട്, കോട്ടക്കൽ, തിരൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളുണ്ട്. പെരിന്തൽമണ്ണ BKM കോംപ്ലക്സിലെ അബാദ് റക്സിൻ പാലസിന്റെ സഹസ്ഥാപനമാണ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്ത അബാദ് ഫൈനൽ സ്പോർട്സ്. സ്കൂളുകൾക്കും കോളേജുകളിലേക്കും ക്ലബ്ബുകൾക്കുമുള്ള പർച്ചേസിന് പ്രത്യേക ഇളവുകൾ നൽകുമെന്ന് ഷോപ്പ് ഉടമ അറിയിച്ചു.
കിടപ്പാടവും ഇല്ലാത്തവർക്ക് ഭൂമി നൽകാത്ത മുഖ്യമന്ത്രി എമർജിംഗ് കേരള വഴി ശതകോടീശ്വരന്മാർക്ക് ഭൂമി നൽകുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. SNDPയും NSSും ഒരുമിക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനെന്നും A. വിജയരാഘവൻ. അലനല്ലൂരിലെ ടൂറിസം സാധ്യത പരിശോധിക്കുമെന്ന് ടൂറിസം മന്ത്രി A. P. അനിൽകുമാർ. അലനല്ലൂരിൽ റോഡ് നവീകരിക്കുന്നതോടൊപ്പം റബ്ബറൈസിംഗും നടത്തുമെന്ന് N. ഷംസുദ്ദീൻ MLA. ചടങ്ങിൽ CPI വിട്ടുനിന്നു. മഴ തുടങ്ങിയതോടെ പകർച്ചവ്യാധികളും വരുന്നു. കരിമ്പുഴ മേഖലയിൽ ഡെങ്കിപ്പനിയും ചിക്കൻ ബോക്സും. ചെറുപ്പശ്ശേരി നഗരത്തെ ഭംഗിയാക്കാനും വൃത്തിയുള്ളതുമാക്കാനുമുള്ള ബ്യൂട്ടി സിറ്റിയുടെ ആദ്യഘട്ടം 2 മാസത്തിനകമെന്ന് KS സലീഖ MLA. ആദ്യഘട്ടത്തിൽ 3 കോടി രൂപ ചിലവഴിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.